ഹലോ, ഇത് ഇന്നലെ വൈകുന്നേരത്തെ കാഴ്ചയാണേ. ഇന്നലെ ഇവിടെ ഏടത്തിയമ്മയുടെ നാത്തൂനും മോനും വന്നിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. പിള്ളേർ സെറ്റ് സംഘം ചേർന്ന് മുന്നിൽ നടക്കുന്നു, ഞങ്ങൾ പുറകെ. വെക്കേഷൻ തുടങ്ങിയല്ലോ, വഴിയിലൊക്കെ മക്കൾ കളിത്തിരക്കിലാണേ. എല്ലാ 2K കിഡ്സും ഒന്നും ഫോണിലല്ല കേട്ടോ. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിലുള്ള ചെറിയ കനാലുകളാണ്. മണ്ണിടിച്ചിൽ തടയാനായിട്ട് അവിടെ കയറ് പുതപ്പിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. വഴിയിലിടയ്ക്ക് സൈക്കിളുമായി ഒരു മിടുക്കൻ്റെ അഭ്യാസം. പതിവ് തെറ്റിക്കാതെ കണിക്കൊന്നകളെല്ലാം വിഷുവിന് മുന്നേ തന്നെ പൂത്തിട്ടുണ്ട്. അതാ നീയക്കുട്ടിയുടെ വകയൊരു ഫ്ലവർ ഷോ. അടുത്ത വീടിൻ്റെ മുറ്റത്തെ മാങ്ങ പതിയെ ക്യാമറയിലേക്ക്. കഥയും പറഞ്ഞുള്ള ഈ നടത്തം ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണല്ലേ. അതാ വീണ്ടും വരുന്നുണ്ട് ഫ്ലവർ ഷോ. ഇവൾക്കിടയ്ക്ക് ക്യാമറയിൽ വരാൻ നല്ല മടിയുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങനെയുള്ള ഷോയൊക്കെ കാണിക്കും. അതാ നമ്മുടെ സ്ഥലം എത്തിയേ. പണ്ടൊക്കെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു സ്ഥലമാണ് ഈ പുഴയോരം. ഇതിത്ര മനോഹരമാക്കിയത് നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വമാണ്. പരിസരവാസികളെല്ലാം ചേർന്ന് ഇത് മനോഹരമായിട്ട് നിലനിർത്തുന്നുമുണ്ട്. ഊഞ്ഞാലും സീസോയും മനോഹരമായ ഇരിപ്പിടങ്ങളും ഒപ്പം പുഴ കടന്നെത്തുന്ന ഇളം കാറ്റും. ആഹാ, ഒരു കവിതയ്ക്കുള്ള സ്കോപ്പുണ്ടല്ലേ. മക്കൾ ഓരോരുത്തരായിട്ട് കളിയിലേക്ക് മാറി. പുഴയുടെ ഒരു വശത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തോണികളൊക്കെ കാണാം കേട്ടോ. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഈ പുഴയിൽ പതിക്കുന്ന കാഴ്ച, ആഹാ, എത്ര മനോഹരമാണല്ലേ. ഇവിടെ ഇരുന്നാൽ ആർക്കാണൊരു കവിത എഴുതാനൊക്കെ തോന്നാണ്ടിരിക്കുക. നീലക്കുട്ടി കയറി നിൽക്കുന്നത് എനിക്ക് പേടിയാണേ. അതുകൊണ്ട് അവളെ ഞാൻ പതിയെ സെൽഫി എടുത്ത് പിന്നീട് കയ്യിലെടുത്തു. ഏടത്തിയമ്മയും നാത്തൂനും ഇവിടെ കഥയിലാണേ. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ മരത്തിൻ്റെ ചുറ്റിനുമുള്ള ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഇവർ കൃത്യമായിട്ട് നനയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരേ. ഇവിടെയുണ്ട് കുറേ തോണികളൊക്കെ. പിന്നെ ഇല്ലേ, ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ മുരുവിൻ്റെ തോടാണേ. നമ്മൾ മുരുവിറച്ചി എടുക്കുകയല്ലേ, അതിൻ്റെ തോട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ മുറിവ് പറ്റും ഇത് നമ്മുടെ കാലിലൊക്കെ കൊണ്ടു കഴിഞ്ഞാലേ. ആദ്യം വരുമ്പോഴൊന്നും എനിക്കിത് എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. ഞാനിതെന്തോ ജീവിയാണെന്നോ പായലാണെന്നോ ഒക്കെ വിചാരിച്ചിരുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ചൊന്ന് സ്റ്റൈലാക്കിയാലോ. എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ. ഈ വീഡിയോ എടുത്തു തരുന്ന നിയമോളാണ് കേട്ടോ. ഇതെന്താണല്ലേ ആ നടപ്പിൻ്റെ ഒരു സ്റ്റൈല്, ലെഫ്റ്റ് റൈറ്റ്. അതിൽ കൂടുതലൊന്നും നമ്മളെക്കൊണ്ട് പറ്റൂല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ കഥ പറഞ്ഞു, ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. മക്കൾക്ക് നല്ല എൻജോയ്മെൻറ്റ്. ഓരോരുത്തരായിട്ട് അവരുടെ ടേൺ അനുസരിച്ച് ഊഞ്ഞാലാടുന്നു, സീസോയിൽ കളിക്കുന്നു. സീസോ ചില സമയത്ത് ചിലരെ എയറിലിരുത്തുന്നു. എല്ലാം കൂടി നല്ല രസമുള്ളൊരു വൈകുന്നേരമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഏടത്തിയമ്മയുടെ കയ്യിലുള്ള കുപ്പിവള കാണുന്നത്. വീണ്ടും നൊസ്റ്റാൾജിയ. എനിക്ക് കുപ്പിവള ഇടാൻ പറ്റില്ലടോ, എൻ്റെ കൈക്ക് തീരെ ഒതുക്കില്ല. അപ്പോൾ ഇട്ടതൊക്കെ കണ്ട് രസിക്കുക അല്ലേ. അപ്പോഴാണ് കേട്ടോ വേറൊരു കാഴ്ച ഒത്തു വന്നത്. പുഴയുടെ മറുകരയിലെ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വ്യൂ കിട്ടും. നിങ്ങൾ കണ്ടോ? കുറച്ചുകൂടി നല്ല ക്യാമറയൊക്കെയാണ് ഇത്തിരി കൂടി ക്ലാരിറ്റിയിലൊക്കെ പിടിക്കാമായിരുന്നു. പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഊഞ്ഞാലാട്ടത്തിനുള്ള അടുത്ത ലോട്ട് കിട്ടിയേക്കുന്നത് നമ്മുടെ നിളക്കുട്ടിക്കാണേ. എന്താണ് ആ ഇരിപ്പിൻ്റെയൊക്കെ ഒരു സ്റ്റൈല്. ഇതെന്താണെന്നറിയോ, ഇവൾക്ക് നല്ല ടെൻഷനുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവരുടെ അടുത്തൊരു വിനോദമാണ് ഈ കാണുന്നത്. നിലത്ത് വീണ് കിടക്കുന്ന പൂക്കളൊക്കെ പെറുക്കി അത് പുഴയിലേക്കിടും. എന്നിട്ട് അത് ഒഴുകുന്നത് എങ്ങനെ നോക്കിയിരിക്കുക. ആരിട്ടതാണ് ആദ്യം മുന്നിലെത്തുന്നതെന്നാണ് മത്സരം. നേരെ സന്ധ്യയായിട്ടോ. ഇങ്ങോട്ട് വന്ന അത്ര ഉത്സാഹമില്ല ആരുടെയും തിരിച്ചുള്ള നടത്തത്തിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.